Hi everyone, Spoken English സീരീസിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ക്ലാസ്സൊക്കെ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക, പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, ഏറ്റവും മികച്ച കമ്മ്യൂണിക്കേറ്റേഴ്സ് ആയിട്ട് മാറുക. അതാണ് നമ്മുടെ ഒരു ആഗ്രഹം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വീണ്ടും ഒരു കമ്മ്യൂണിക്കേറ്റീവ് സിറ്റുവേഷനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വൊക്കാബുലറി പഠിച്ചു അല്ലേ, ഏകദേശം 25ഓളം വാക്കുകളും 50ഓളം സെൻറ്റൻസസ് ഒക്കെ പഠിച്ചു. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന വേറൊരു കമ്മ്യൂണിക്കേറ്റീവ് സിറ്റുവേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പലരും പലപ്പോഴും ചോദിക്കുന്നതാണ്, ഞങ്ങളുടെ മക്കളൊക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കൾക്കൊക്കെ ഇംഗ്ലീഷ് അറിയാം, പക്ഷെ ഞങ്ങൾക്ക് അവരോട് സംസാരിക്കാൻ പറ്റുന്നില്ല അല്ലെ. വീട്ടിലുള്ള അമ്മമാരുടെയും അച്ഛന്മാരുടെയും ഒക്കെ ഒരു വേവലാതിയാണിത്. അപ്പോൾ കുട്ടികളുമായിട്ട് സംസാരിക്കാൻ പറ്റാവുന്ന ഇംഗ്ലീഷ് അല്ലേ, ഇംഗ്ലീഷ് നമുക്ക് വീട്ടിൽ എങ്ങനെ ഉപയോഗിക്കാം, കുട്ടികളുമായിട്ട് എന്തൊക്കെ രീതിയിൽ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. പക്ഷേ ഇതിനൊരു ചാലഞ്ച് ഉണ്ട് കേട്ടോ. കാരണം കുട്ടികളുമായിട്ട് നമ്മൾ വീട്ടിലെ പല സിറ്റുവേഷനിലും പല രീതിയിലും സംസാരിക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, നമ്മൾ അവർക്കൊരു നിർദ്ദേശം കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അവരോട് ഒരു ചോദ്യം ചോദിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. ഇതിലൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത് പലതരം സ്ട്രക്ചേഴ്സാണ്. അതുപോലെ തന്നെ അതിൽ ചെറിയ സ്ട്രക്ചേഴ്സ് ഉണ്ടാവാം, വലിയ സ്ട്രക്ചേഴ്സ് ഉണ്ടാവാം. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് ഞാനിത് പല ഭാഗങ്ങളായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന നിർദ്ദേശങ്ങളാണ്. ഗിവിങ് ഇൻസ്ട്രക്ഷൻസ് ടു യുവർ ചിൽഡ്രൻ. നിങ്ങളുടെ വീട്ടിലുള്ള മക്കൾക്ക് ചെറിയ സെൻറ്റൻസസ് ഉപയോഗിച്ച് എങ്ങനെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം, ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളിന്നൊരു 25 ചെറിയ സെൻറ്റൻസസ് കാണും. ചോദ്യങ്ങളൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ, അതൊക്കെ നമുക്ക് പിന്നീട് വരാം. വലിയ സെൻറ്റൻസസ് ഒന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അതൊക്കെ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇത് ചെറിയ സെൻറ്റൻസസിലൂടെ എങ്ങനെ കുട്ടികളെ ഇൻസ്ട്രക്ട് ചെയ്യാം, അതും നമ്മൾ പ്രത്യേക രീതിയിലാണ് അലൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. രാവിലെ എണീക്കുമ്പോൾ തൊട്ട് രാത്രി കിടക്കുന്നവരെ ഒരു സ്കൂൾ ഗോയിങ് കുട്ടിക്ക്, അതായത് സ്കൂളിൽ പോകുന്നൊരു കുട്ടിക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കാവുന്ന ഇൻസ്ട്രക്ഷൻസ്, അതാണ് നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഇൻസ്ട്രക്ഷനിലേക്ക് പോവാം. എണീക്ക്. എല്ലാ വീട്ടിലും രാവിലെ കേൾക്കുന്ന ഒരു സ്ഥിരം ഡയലോഗാണ് അല്ലേ, എണീക്ക്. എന്താണ് അതിൻ്റെ ഇംഗ്ലീഷ്? സിമ്പിൾ, wake up അല്ലേ, എണീക്ക്. കാരണം കുട്ടികൾ എന്തായാലും രാവിലെ കിടന്ന് ഉറങ്ങുമായിരിക്കും. അപ്പോൾ നമ്മളവിടെ ചെല്ലുന്നു, അവരെ തട്ടി വിളിക്കുന്നു, എണീക്ക് എന്ന് പറയുന്നു. അപ്പോൾ ഇനി മുതൽ കുട്ടികൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തോളൂ, wake up, എണീക്ക് എന്ന് പറഞ്ഞ് wake up. ഓക്കെ, അടുത്തതാണ് എണീറ്റ് കഴിഞ്ഞ ഉടനെ നമ്മൾ അവരോട് പറഞ്ഞ അടുത്ത ഇൻസ്ട്രക്ഷൻ എന്താണ്? കട്ടിലൊക്കെ ഇന്ന് വിരിച്ചിട്ടേ. അല്ല, ഇത് കുട്ടികൾ നല്ലൊരു ശീലമായിട്ട് മാറേണ്ടത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ പേരൻസ് ഒക്കെ കൃത്യമായിട്ട് അവരെ ഇൻസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് ശീലിക്കുക. ഇനി പലരും ചോദിക്കും, എന്തിനാണ് വീട്ടിൽ ഇംഗ്ലീഷ് പറയുന്നത്? ശരിയല്ലേ? നിങ്ങൾക്കറിയാമല്ലോ, ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ലാംഗ്വേജ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെ, അവസരങ്ങളൊരു ഭാഷയാണ്. അപ്പോൾ അത് വീട്ടിൽ തൊട്ട് തന്നെ പഠിച്ചു തുടങ്ങിയാൽ, എന്ന് വെച്ചാൽ നമ്മൾ മലയാളം മറന്നു കളയണമെന്നല്ല കേട്ടോ അർത്ഥം. മലയാളം നമുക്ക് ആവശ്യമാണ്, അതിനൊപ്പം തന്നെ ആവശ്യമാണ് ഇംഗ്ലീഷും. കാരണം ഇംഗ്ലീഷാണ് നമുക്ക് അവസരങ്ങൾ തരുന്നത്. ലോകത്തിൽ എവിടെ പോയാലും നമുക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള പ്രാക്ടീസ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് കൊടുക്കുവാണ്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചു വരുന്നു. എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് എന്താണ്? കട്ടിൽ വിരിച്ചിടുക, പുതപ്പൊക്കെ ഒന്ന് മടക്കി വെക്കുക. എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? മേക്ക് യുവർ ബെഡ്. എന്താണ് മേക്ക് യുവർ ബെഡ് അല്ലേ? ഇതിനെല്ലാത്തിനും കൂടെ ഒന്നിച്ച് പറയുന്നതാണ് കേട്ടോ. ബെഡ് അറേഞ്ച് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നതാണ് മേക്ക് യുവർ ബെഡ് എന്ന് പറഞ്ഞ് മേക്ക് യുവർ ബെഡ്. അതിനുശേഷം കുട്ടികൾ എണീറ്റ് വരുന്നു. അപ്പോൾ നമ്മൾ വിളിച്ചെണീപ്പിച്ചു, ബെഡൊക്കെ അറേഞ്ച് ചെയ്തു. നമ്മൾ പറയും, പോയി മുഖം കഴുകുക. രാവിലെ ഉറക്കച്ചടവായിരിക്കും കുട്ടികൾക്ക്. അപ്പോൾ നമ്മൾ എന്ത് പറയും? വാഷ് യുവർ ഫേസ് എന്ന് പറഞ്ഞ് വാഷ് യുവർ ഫേസ്. ചെറിയ ഇൻസ്ട്രക്ഷനാണ്, വാഷ് യുവർ ഫേസ്. വാഷ് യുവർ ഫേസ് അല്ല, ഇറ്റ്സ് വാഷ് യുവർ ഫേസ്. ശ്രദ്ധിച്ചോളൂ കേട്ടോ, ഉച്ചാരണമൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. വാഷ് യുവർ ഫേസ്, പോയിന്ന് മുഖം കഴുകുക. അടുത്തതാണ് മുഖം കഴുകി കുറച്ച് കഴിഞ്ഞ് അവരങ്ങോട്ട് ഇങ്ങോട്ട് കറങ്ങി നടക്കുന്നു. നമ്മൾ അവരോട് അടുത്ത് പറയുന്ന ഇൻസ്ട്രക്ഷൻ എന്താണ്? പല്ല് തേക്ക് അല്ലേ. എന്താണ് അതിന് പറയുക? ബ്രഷ്. പല്ല് തേക്കുന്ന ആ ഒരു ടൂള്, അതിന് നമ്മൾ ബ്രഷ് എന്നാണ് പറയുന്നത്. പല്ല് തേക്കുന്ന പ്രവർത്തിക്കും ബ്രഷ് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയും ഇംഗ്ലീഷിൽ, ബ്രഷ് യുവർ ടീത്ത്. എന്താണ്? ബ്രഷ് യുവർ ടീത്ത്. ഒരു പല്ലാണെങ്കിൽ നമ്മൾ ടൂത്ത് എന്ന് പറയും. എന്നാൽ പല്ലുകൾ അല്ലേ, ഒന്നിൽ കൂടുതൽ പല്ലുണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ടീത്ത് എന്ന് പറയുന്നത് കേട്ടോ. അതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് എന്താണ്? പ്ലൂറൽ. ഒന്നിൽ കൂടുതൽ വരുമ്പോൾ പ്ലൂറൽ. ഓക്കെ, അപ്പോൾ ഞാനത് പറഞ്ഞതേ ഉള്ളൂ. തിരിച്ചു പോകുന്നു. ബ്രഷ് യുവർ ടീത്ത്. എന്താണ്? ബ്രഷ് യുവർ ടീത്ത്, പല്ല് തേക്ക്. ഇനി വീണ്ടും ആവശ്യമുള്ള നല്ലൊരു ശീലമാണ് കുളിക്കുക. എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ സിമ്പിൾ അല്ലേ. ടേക്ക് ബാത്ത്. എന്താണ്? ടേക്ക് ബാത്ത്. ഒന്ന് പറഞ്ഞു നോക്കിയേ, ടേക്ക് ബാത്ത്. ഓക്കെ, കുളിക്കുക. അപ്പോൾ നമ്മുടെ മക്കൾ കുളിച്ചു കഴിഞ്ഞു. അതിനുശേഷം അവർ റെഡി ആവാൻ പറയണം അല്ലേ. എങ്ങനെയാണ് പറയുക? സിമ്പിൾ, ഗെറ്റ് റെഡി. എന്താണ്?
ഗെറ്റ് റെഡി, അതായത് അവരുടെ യൂണിഫോം ഇടുക അല്ലേ, അവരുടെ പാൻറ് ഷർട്ട് ഇടുക അല്ലെങ്കിൽ ചുരിദാർ എടുത്തിടുക, ഇതൊക്കെയാണ് നമ്മൾ അതിൻ്റെ അകത്ത് വരുന്നത്. സോ ഗെറ്റ് റെഡി. എങ്ങനെയാണ്? ഗെറ്റ് റെഡി. ഓക്കെ, ഗെറ്റ് റെഡി ഫോർ സ്കൂൾ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഗെറ്റ് റെഡി. ഓക്കെ, അപ്പോൾ അവർ റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ ഭക്ഷണം റെഡി ആയിട്ടോ. എന്താണ് ഭക്ഷണം? ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ല, ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് ഈസ് റെഡി. ഭക്ഷണം റെഡിയായി. എന്താണ്? ബ്രേക്ക്ഫാസ്റ്റ് ഈസ് റെഡി. ബ്രേക്ക്ഫാസ്റ്റ് ഈസ് റെഡി. നമ്മൾ വിളിച്ച് പറയണം കേട്ടോ. നമ്മൾ കിച്ചണിൽ നിൽക്കുകയാണ്, കുട്ടികളുടെ ഡ്രസ്സൊക്കെ മാറി നിൽക്കുന്നു, നമ്മൾ പറയുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഈസ് റെഡി. ബ്രേക്ക്ഫാസ്റ്റ് ഈസ് റെഡി. ഇനി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അവരോട് പറയാണ്, നിന്റെ പുസ്തകങ്ങളൊക്കെ എടുത്ത് ബാഗിൽ വെക്കുക. പുട്ട് യുവർ ബുക്സ് ഇൻ ദ ബാഗ്. എന്താണ്? പുട്ട് യുവർ ബുക്സ് ഇൻ ദ ബാഗ്. അപ്പോൾ നമ്മൾ അവരോട് അവരുടെ ബുക്കൊക്കെ എടുത്ത് ബാഗിലിട്ട് റെഡിയാകാൻ വേണ്ടി പറയുന്നു. അവർ റെഡി ആയിട്ടുണ്ട്, ബാഗിൽ പുസ്തകങ്ങളൊക്കെ ഇട്ട് വെച്ചു. നമ്മൾ ഇറങ്ങി സ്കൂൾ ബസ്സിന് അങ്ങോട്ട് പോവാണ് കേട്ടോ. അവർ സ്പീഡിൽ നടന്നു പോകുന്നു. നമ്മൾ പറയും പതുക്കെ നടക്കുക. എങ്ങനെ പറയും? പതുക്കെ നടക്കുക. ഒന്ന് ട്രൈ ചെയ്തേ. വാക്ക് സ്ലോലി. എന്താണ്? വാക്ക് സ്ലോലി. പതുക്കെ നടക്കുക. റൈറ്റ്. അവർ ചിലപ്പോൾ ഓടിപ്പോവും, വീഴാൻ സാധ്യതയുണ്ട്, മുറിവേൽക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഒരു കരുതലാണ് കേട്ടോ. വാക്ക് സ്ലോലി. ഇനി വേറൊരു കാര്യം, നിങ്ങൾ എന്തോ കാര്യം ടീച്ചറുടെ അടുത്ത് പറയാൻ ഇവരെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യാൻ നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. അത് മറന്നു പോകരുത് എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. എങ്ങനെ പറയും? ഡോണ്ട് ഫർഗെറ്റ്. ഡോണ്ട് ഫർഗെറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടീച്ചറിനോട് പറയാനാണെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ടെൽ യുവർ ടീച്ചർ. അല്ലെങ്കിൽ ഇത് ചെയ്യാനാണെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ഡു ഇറ്റ്. കണ്ടോ, ഡോണ്ട് ഫർഗെറ്റ് കഴിഞ്ഞ് എന്ത് നമുക്ക് പറയാം, അത് മറന്നു പോകരുത് എന്നുള്ള അർത്ഥം. സോ ഡോണ്ട് ഫർഗെറ്റ്, മറക്കരുത്. ഡോണ്ട്, ഡു നോട്ട് എന്നുള്ളതിൻ്റെ ഒരു കോൺട്രാക്ഷനാണ് എന്ത്? ഡോണ്ട് എന്ന് പറയുന്നത്. സോ ഡോണ്ട് ഫർഗെറ്റ്, മറന്ന് പോകരുത്. അപ്പം മറന്നു പോകരുത് നിങ്ങൾ പറഞ്ഞപ്പോൾ അവരെന്തോ പിറുപിറുത്തു അല്ലേ. അവർ പതുക്കെ എന്തോ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ നിങ്ങൾ അവരോട് പറയാണ് ഒന്ന് ഉറക്കെ പറഞ്ഞേ. എങ്ങനെ? ഒന്ന് ഉറക്കെ പറഞ്ഞേ. മുമ്പേ നമ്മൾ പതുക്കെ നടക്കാൻ പറഞ്ഞു, വാക്ക് സ്ലോലി. എന്നാൽ ഇവിടെ ഉറക്കെ പറയാൻ പറയുന്നു. അപ്പോൾ അതെങ്ങനെയാണ്? സ്പീക്ക് ലൗഡ്ലി. എങ്ങനെയാണ്? സ്പീക്ക് ലൗഡ്ലി. ഉറക്കെ പറ. സ്പീക്ക് ലൗഡ്ലി. നിങ്ങൾ കുട്ടികളോട് പറയാണ്, എനിക്ക് മനസ്സിലാവുന്നില്ല, കേൾക്കുന്നില്ല, നീ ഉറക്കെ പറ. സ്പീക്ക് ലൗഡ്ലി എന്ന് പറഞ്ഞ് സ്പീക്ക് ലൗഡ്ലി. ഇനി നമ്മൾ റോഡിലെത്തി, റോഡൊന്ന് ക്രോസ് ചെയ്യണം. അപ്പോൾ ചെറിയ മക്കളാണ് കേട്ടോ. കുട്ടികൾ ഒറ്റയ്ക്ക് റോഡ് ക്രോസ് ചെയ്യിക്കാൻ ചിലപ്പോൾ ഇച്ചിരി പേടി നമുക്ക് തോന്നാം അല്ലേ. ഓഫ് കോഴ്സ് അവർ വളർന്നു വന്നു കഴിയുമ്പോൾ അവർ ഇൻഡിപെൻഡൻ്റ് ആയിക്കോളും. ചെറിയ മക്കളെ കുറച്ചുകൂടെ നമുക്ക് കരുതലുണ്ട്. അപ്പോൾ നമ്മൾ പറയും എൻ്റെ കയ്യിൽ പിടിക്കുക. എങ്ങനെ പറയും? ഹോൾഡ് മൈ ഹാൻഡ് എന്ന് പറഞ്ഞ് ഹോൾഡ് മൈ ഹാൻഡ്. എൻ്റെ കയ്യിൽ ഒന്ന് പിടിച്ചേ, ഹോൾഡ് മൈ ഹാൻഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുട്ടികളോട് കയ്യിൽ പിടിക്കാൻ പറയുന്നു. കുട്ടികളെ കൂട്ടി നമ്മൾ റോഡിൻ്റെ അപ്പുറത്തേക്ക് എത്തുന്നു. ഹോൾഡ് മൈ ഹാൻഡ്. അപ്പോൾ ഈ ഹോൾഡ് മൈ ഹാൻഡ് പറഞ്ഞ് നമ്മൾ കുട്ടികളെ അവിടെ എത്തിച്ചു കഴിയുമ്പോൾ ഓൾമോസ്റ്റ് ബസ് വരാറായി. നമ്മൾ അവരോട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഡിസംബറൊക്കെയാണ് അല്ലേ, തണുപ്പ് കാലമാണ്. ഓൾറെഡി എല്ലാവർക്കും പനിയും ചുമയും ജലദോഷവും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ പറയുന്നു സ്കൂളിൽ ഒരു കൂളറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നു തണുത്ത വെള്ളം കുടിക്കരുത്. എങ്ങനെ പറയും? ഡോണ്ട് ഡ്രിങ്ക് കോൾഡ് വാട്ടർ അല്ലേ. വീണ്ടും നമുക്ക് അവരോടുള്ള കരുതലാണ് കേട്ടോ. ഡോണ്ട് ഡ്രിങ്ക് കോൾഡ് വാട്ടർ. ഡോണ്ട് ഡ്രിങ്ക് കോൾഡ് വാട്ടർ. ഡോണ്ട് ഡ്രിങ്ക് കോൾഡ് വാട്ടർ. തണുത്ത വെള്ളം കുടിക്കരുത്. ഡോണ്ട് ഡ്രിങ്ക് കോൾഡ് വാട്ടർ. അങ്ങനെ നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് അവർ ബസ്സിൽ കയറ്റി വിടുവാണ്. അപ്പോൾ അവർ ബസ്സിൽ പോയി തിരിച്ചു വന്നു, വീട്ടിലേക്ക് വന്നു. ഈവനിങ് ആയി കേട്ടോ, ഏകദേശം 4-5 മണിയൊക്കെ ആയി. അപ്പോൾ അവർ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞു, എന്തായിരിക്കും അവർ പറഞ്ഞു? ഐ എം ഹംഗ്രി അല്ലേ, എനിക്ക് വിശക്കുന്നു. അത് കുട്ടികൾ പറയുന്നതാണ് കേട്ടോ. അത് നമ്മൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിൽ വരുന്നില്ല. അവർ പറയുന്ന ഭാഷയൊക്കെ നമ്മൾ പിന്നീട് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇവർ വന്നിട്ട് പറഞ്ഞു ഐ എം ഹംഗ്രി അല്ലെങ്കിൽ ഐ എം തേഴ്സ്റ്റി, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് വിശക്കുന്നു എന്നൊക്കെ പറയില്ലേ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഇല അട നിങ്ങൾ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള പലഹാരങ്ങളൊന്നും വലിയ താല്പര്യമില്ല. അവർക്ക് എന്തെങ്കിലും പിസ്സയോ ബർഗറൊക്കെ കിട്ടിയാൽ മതി. അപ്പോൾ നിങ്ങൾ ഇലയുടെ കൊടുക്കും പറയും എനിക്ക് വേണ്ട, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്, എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്ന കുട്ടികൾ. അപ്പോൾ നിങ്ങൾ അവരോട് പറയുന്നൊരു സെൻറ്റൻസ് ഉണ്ട്, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്, നിനക്ക് ഇഷ്ടപ്പെടും, നീ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. എങ്ങനെ പറയും? ടേസ്റ്റ് ഇറ്റ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. നമ്മൾ ചുമ്മാ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് കേട്ടോ. ടേസ്റ്റ് ഇറ്റ്. അപ്പോൾ അവർക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടപ്പെടുമെന്ന് പറയുന്ന ഒരു അർത്ഥമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ടേസ്റ്റ് ഇറ്റ്. അപ്പോൾ അവരത് ഇഷ്ടപ്പെട്ടു. അവർ കഴിച്ച് നോക്കിയപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. അവർ പറഞ്ഞാൽ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവരൊരു അടയൊക്കെ കഴിച്ചു. ഇനി നമ്മൾ കുട്ടികളോട് പറഞ്ഞൊരു കാര്യമാണ്, കുറച്ച് നേരം ഒന്ന് പോയി കളിക്കുക അല്ലേ. കാരണം അവരുടെ ഫിസിക്കൽ വെൽബീയിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിത്തം മാത്രമല്ല, സ്കൂളിൽ പോക്ക് മാത്രമല്ല, കുറച്ച് നേരം ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളത് നല്ലതാണ്. അപ്പോൾ നമ്മൾ അവരോട് പറയും പോയി കളിക്കുക. എങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? ഗോ ആൻഡ് പ്ലേ. എങ്ങനെ? ഗോ ആൻഡ് പ്ലേ. പോയി കളിക്കുക. ഗോ ആൻഡ് പ്ലേ.
ഗോ ആൻഡ് പ്ലേ. ഓക്കെ ഒന്ന് പറഞ്ഞേ, ഗോ ആൻഡ് പ്ലേ. അപ്പോൾ അവർ കളിച്ച് ക്ഷീണിച്ച് തിരിച്ചു വരുവാണ്. തിരിച്ചു വരാൻ സാധ്യതയില്ല, നമ്മളതിനെ വിളിക്കണം, ശരിയല്ലേ? അപ്പോൾ നമ്മൾ വിളിച്ചു കൊണ്ടിരുന്നു. എന്നിട്ട് അവരെ നമ്മൾ വീണ്ടും കുളിക്കാനൊക്കെ വിടുന്നു, രാവിലെ പറഞ്ഞ പോലെ അല്ലേ, ഗോ ടേക്ക് എ ബാത്ത്. ഓക്കെ, അതിനുശേഷം ഇവർ തിരിച്ചു വന്ന ശേഷം നമ്മൾ പറഞ്ഞു പോയി പഠിക്കുക. കളി സമയം കഴിഞ്ഞു, നീ പോയി പഠിക്കുക. എന്താണ് പറയുക? എങ്ങനെ പറയും? ഗോ ആൻഡ് സ്റ്റഡി. ഗോ ആൻഡ് പ്ലേ പോലെ തന്നെയാണ് കേട്ടോ. ഗോ ആൻഡ് സ്റ്റഡി, പോയി പഠിക്കുക. ഗോ ആൻഡ് സ്റ്റഡി എന്ന് പറഞ്ഞു നോക്കി, ഗോ ആൻഡ് സ്റ്റഡി. ഇനി അവർ പഠിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ നിങ്ങളൊന്നത് ഓവർസീ ചെയ്യണം, അവരെങ്ങനെ പഠിക്കുന്നുണ്ട്, നന്നായിട്ട് അവർ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് അറിയണം. അപ്പോൾ നമ്മൾ മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിക്കറങ്ങി നടക്കുന്നു, പോയി നോക്കുന്നു. നമ്മൾ നോക്കുമ്പോൾ കൊച്ചു വെറുതെ ഇരിക്കുവാണ്. അവർക്ക് എഴുതാനൊന്നുമില്ലേ? അത് എഴുത് എന്ന് നമ്മൾ പറയും. ഇത് എഴുത്. എങ്ങനെ പറയും? റൈറ്റ് ഇറ്റ് ഡൗൺ. എങ്ങനെ? റൈറ്റ് ഇറ്റ് ഡൗൺ. അത് എഴുതിയെടുക്കുക. റൈറ്റ് ഇറ്റ് ഡൗൺ. ഇത് നീ ഇങ്ങോട്ട് എഴുത്. റൈറ്റ് ഇറ്റ് ഡൗൺ. എങ്ങനെ? റൈറ്റ് ഇറ്റ് ഡൗൺ. അപ്പോൾ നിങ്ങൾ എഴുതാൻ പറഞ്ഞപ്പോൾ കൊച്ച് ഒന്ന് ഒരു ഡൗട്ട്ഫുള്ളായി, അല്ലെങ്കിൽ കൊച്ചത് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തോ ഇരിക്കുവാണ്. അപ്പോൾ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾ മൂത്ത ആളോട് പറയുന്നു, ഇതൊന്ന് പിടിച്ചേ. എങ്ങനെ പറയും? ഹോൾഡ് ഇറ്റ്. അല്ലെ, നിങ്ങളുടെ കയ്യിൽ അടുക്കളയിൽ കത്തി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്പൂൺ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പറയുന്നു ഹോൾഡ് ഇറ്റ്, ഇതൊന്ന് പിടിച്ച്. എന്നിട്ടാണ് നിങ്ങൾ കുട്ടിക്ക് ബാക്കി ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ കുട്ടി ഇരുന്ന് പഠിക്കുകയാണ്. നമ്മൾ പറഞ്ഞു എഴുതാൻ പറഞ്ഞു, റൈറ്റ് ഇറ്റ് ഡൗൺ. അതിനുശേഷം നമ്മൾ പറഞ്ഞു ഹോൾഡ് ഇറ്റ്, ഇതൊന്ന് പിടിച്ച്. അല്ലെ, whatever എന്ത് സാധനവും പിടിക്കുന്നത് നമുക്ക് പറയാം ഹോൾഡ് ഇറ്റ് എന്ന് കേട്ടോ, ഹോൾഡ് ഇറ്റ്. ഇനി നമ്മുടെ മക്കൾക്കുള്ള വേറൊരു വലിയ പ്രശ്നമാണ് കേട്ടോ. നമ്മളൊരു ഇൻസ്ട്രക്ഷൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ അവർ പിന്നെ നമ്മൾ പറയുന്നത് കേൾക്കുകയില്ല, നമ്മളിട്ട് നോക്കുകയില്ല, ശരിയല്ലേ? ഒന്നെങ്കിൽ മുഖം താഴ്ത്തിയിരിക്കുക, അല്ലെങ്കിൽ മുകളിലേക്ക് നോക്കിയിരിക്കുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് പറയാവുന്ന 2 എക്സ്പ്രഷൻസ് ഉണ്ട്. ഒന്ന്, ഇതേ ഇങ്ങോട്ട് നോക്കിയേ, എന്നെ നോക്ക്. എങ്ങനെ പറയും ഇംഗ്ലീഷിൽ? ലുക്ക് അറ്റ് മീ. എങ്ങനെ? ലുക്ക് അറ്റ് മീ, എന്നെ നോക്ക്. എൻ്റെ മുഖത്തേക്ക് നോക്ക്. ലുക്ക് അറ്റ് മീ, ലുക്ക് അറ്റ് മീ, എന്നെ നോക്ക്. അതുപോലെ തന്നെയാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. എങ്ങനെ പറയും? ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ലിസൺ ടു മീ. എങ്ങനെ? ലിസൺ ടു മീ. അപ്പോൾ നമ്മൾ പറയുന്ന 2 ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ആണ് കേട്ടോ. ലുക്ക് അറ്റ് മീ ആൻഡ് ലിസൺ ടു മീ. ലുക്ക് അറ്റ് മീ ആൻഡ് ലിസൺ ടു മീ. എന്നെ ശ്രദ്ധിക്കുക. ലിസൺ ടു മീ. ഓക്കെ, എന്നെ കേൾക്കുക, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ലിസൺ ടു മീ. ഇനി ഇങ്ങനെ പഠിപ്പിച്ചു തുടങ്ങുമ്പോൾ മൂത്തയാളും ഇളയാളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങി, അല്ലേ? അവരങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഇൻട്രാക്ഷൻ തുടങ്ങി. മിണ്ടാതിരിക്കുക. പലരും ഉപയോഗിക്കുന്ന ടേമാണ് അതല്ല, മിണ്ടാതിരിക്കുക. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? കീപ് ക്വയറ്റ്. എങ്ങനെ? കീപ് ക്വയറ്റ്. കീപ് ക്വയറ്റ് എന്ന് പറഞ്ഞേ. കീപ് ക്വയറ്റ്. അതിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം കേട്ടോ. ക്വയറ്റ് എന്നാണ്. ഓക്കെ, പലരും പല രീതിയിലൊക്കെ ഉച്ചരിക്കാറുണ്ട്. ക്വയറ്റ് എന്നൊക്കെ ഉണ്ട്. ക്വയറ്റ് എന്നുള്ളതാണ് റൈറ്റ് പ്രൊനൗൺസിയേഷൻ. സോ കീപ് ക്വയറ്റ്, മിണ്ടാതിരിക്കുക. 2 പേരോടുള്ള ഇൻസ്ട്രക്ഷനാണ് കേട്ടോ. കീപ് ക്വയറ്റ്. മുമ്പേ നമ്മൾ കുട്ടികളോട് എഴുതാൻ പറഞ്ഞിരുന്നു, അല്ലേ? ഇനി ചില കാര്യങ്ങൾ അവർ ആവർത്തിച്ച് പറഞ്ഞു പഠിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളവരെ ചെറിയ കുട്ടികളൊക്കെ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ അവരോട് പറയും, ഞാൻ പറഞ്ഞു നീ ഒന്ന് ആവർത്തിച്ച്. എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? റിപ്പീറ്റ് ആഫ്റ്റർ മീ. എങ്ങനെ? റിപ്പീറ്റ് ആഫ്റ്റർ മീ. അതായത് ഞാൻ വായിക്കും, നീ അത് ഏറ്റു പറയണം. റിപ്പീറ്റ് ആഫ്റ്റർ മീ. റിപ്പീറ്റ് ആഫ്റ്റർ മീ എന്ന് പറഞ്ഞു എനിക്ക്. റിപ്പീറ്റ് ആഫ്റ്റർ മീ. അപ്പോൾ നിങ്ങളുടെ കാര്യം വായിച്ചു കൊടുക്കുന്നു, അവരത് റിപ്പീറ്റ് ചെയ്യും, അവരത് ആവർത്തിക്കും. ഓക്കെ, റിപ്പീറ്റ് ആഫ്റ്റർ മീ. അപ്പോൾ കൊച്ചു പറയുന്നു, അയ്യോ എനിക്ക് പറ്റുന്നില്ല കേട്ടോ, എനിക്ക് പറ്റുന്നില്ല. ഓ, എന്ത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യും, ഞാൻ ഒന്നുകൂടെ പറയാം, അല്ലേ? നീ കേട്ടെ, ലിസൺ ടു മീ എന്ന് നമ്മൾ പറയുന്നു. അതിനുശേഷം പറയുന്നു, ഇനി നീ ഒന്ന് ട്രൈ ചെയ്തേ. നൗ യു ട്രൈ. എങ്ങനെ? നൗ യു ട്രൈ. നീ ഇനി ഒന്ന് ട്രൈ ചെയ്തേ. നൗ യു ട്രൈ. ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്തേ, അല്ലേ? നൗ യു ട്രൈ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ കുട്ടികളോട് പറയുവാണ്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞു, ഏകദേശം ഉറങ്ങാനുള്ള സമയമായി. അപ്പോൾ നമ്മളവരോട് പറയുന്നു, കിടക്കാൻ പോവും, ഉറങ്ങാൻ പോവും. എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? ഗോ ടു ബെഡ്. ഗോ ടു ബെഡ്, അല്ലേ? കൃത്യമായിട്ടുള്ള ഉറക്കം കുട്ടികൾക്ക് ആവശ്യമാണ്, അല്ലേ? 8 to 9 hours ഒക്കെ കുട്ടികൾ, ചെറിയ കുട്ടികളൊക്കെ ഉറങ്ങണമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള സമയത്ത് അവരോട് പറയുന്നു, ഗോ ടു ബെഡ്. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലാസ്റ്റ് ഇൻസ്ട്രക്ഷനാണ് ബി ഹാപ്പി. എപ്പോൾ വേണമെങ്കിലും പറയാം കേട്ടോ. സന്തോഷമുള്ളവരായിരിക്കുക. ബി ഹാപ്പി. എങ്ങനെ? ബി ഹാപ്പി. നോക്കിയേ, നമ്മളിത് കണ്ടത് 25 ഇൻസ്ട്രക്ഷൻസ് ആണ്. രാവിലെ എണീക്കുമ്പോൾ തൊട്ട് രാത്രി കിടക്കാൻ പോകുന്നവരെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്ന പ്രധാനപ്പെട്ട 25ഓളം ഇൻസ്ട്രക്ഷൻസ് ആണ്. ഐ ഹോപ്പ് ഇറ്റ് ഹെൽപ്സ് യു. നിങ്ങളൊക്കെ ഡെഫിനറ്റായിട്ട് സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾ എഴുതി വെക്കണം, പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ തന്നെ
ഈ സ്ട്രക്ചേഴ്സൊക്കെ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്ന 1-2 പേർക്ക് നിങ്ങളൊന്ന് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ ഒരു ഫാമിലി ഗ്രൂപ്പിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സിനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനായിരിക്കാം. ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. അവരും ഒന്ന് ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങട്ടെ എന്ന്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇംഗ്ലീഷ് അവസരങ്ങളുള്ളൊരു ഭാഷയാണ്. നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഇത് വീട്ടിൽ വെച്ച് തന്നെ കൊടുത്തു തുടങ്ങാം. അങ്ങനെ ചെയ്യുമ്പോൾ അവർ ഡെഫിനറ്റായിട്ടും അവരുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യും. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഇട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് ചോദിക്കാം. കഴിഞ്ഞ ദിവസം ഒരാൾ ഡൗട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ചില ഡൗട്ട്സിനൊക്കെ ഒരു ഡീറ്റെയിലിംഗ് ആവശ്യമാണ്. ചിലപ്പോൾ നമുക്കത് ടൈപ്പ് ചെയ്ത് ആൻസർ കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും, അല്ലെ? നമ്മുടെ ടീമിന് അത് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഷോർട്ടായിട്ട് ചിലപ്പോൾ ആൻസർ കൊടുക്കും. ചിലത് നമ്മൾ ആൻസർ കൊടുക്കാറില്ല, ജസ്റ്റ് ബിക്കോസ് അത് നമുക്ക് അങ്ങനെ എഴുതി അവർ മനസ്സിലാക്കാൻ പറ്റില്ല. ഡോണ്ട് വറി, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു ഏകദേശം 10 ചോദ്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മളൊരു Q&A സെഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ സ്പെഷ്യൽ അതിനുവേണ്ടി നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ഇതിൻ്റെ കീഴിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പരമാവധി എല്ലാ കമൻറ്റ്സും നമ്മൾ കാണാറുണ്ട്, നോക്കാറുണ്ട്, റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ലേണേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഓൾറൈറ്റ്, സോ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. അപ്പം ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലാക്കുക, പ്രാക്ടീസ് ചെയ്യുക, അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങുക. ഐ വിഷ് യു ഓൾ എ ഗുഡ് ഡേ. താങ്ക് യു.